ഹലോ ഗുഡ് ഈവനിങ്. സ്ക്രീൻ വിസിബിൾ അല്ലേ? ഹലോ. അതെ. ഓക്കെ. സോ നമ്മൾ ലാസ്റ്റ് ഡിസിഷൻ ട്രീ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അൽഗോരിതം എന്ന് പറയുന്നത്. സോ അതിൽ നമ്മൾ ചെയ്തത് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആയിരുന്നു അല്ലേ? സോ എംപ്ലോയീൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആയിരുന്നു നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ നെക്സ്റ്റ് അത് കംപ്ലീറ്റഡ് ആയിരുന്നു. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. സോ ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് വെച്ചിട്ട് ഡിസിഷൻ ട്രീൻ്റെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഓക്കെ. സോ ട്രെയിനിങ് സ്കോർ മോഡൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. സെയിം തന്നെ ലോജിസ്റ്റിക് റിഗ്രഷനിലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയായിരുന്നു. ഇതിലാണ് ആക്യുറസി കൂടുതൽ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് ഇൻഷുറൻസിൻ്റെ നമുക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇൻഷുറൻസ് പ്രോബ്ലം റിഗ്രഷൻ ആണ് ഇൻഷുറൻസ് വരുന്നത്, ക്ലാസിഫിക്കേഷൻ ആണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ കൊടുക്കാം, പൈത്തൺ നോട്ട്ബുക്ക് കൊടുക്കുക. സോ ജുപിറ്റർ നോട്ട്ബുക്ക് ഫയൽ തന്നെയായിട്ടാണ് നമുക്ക് വേണ്ടത്. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ആ ഫയലിൻ്റെ നെയിം ഒന്ന് സെറ്റ് ചെയ്യണം. ഫയൽ നെയിമിനെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇൻഷുറൻസ് പ്രോബ്ലം റിഗ്രഷൻ 6 ക്യാപിറ്റൽ. സോ ഇത് നെയിമിൽ തന്നെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നീട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യത്തെ ഡാറ്റ സെറ്റ് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ ആണോ റിഗ്രഷൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ആ ഒരു സ്ട്രഗിൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി ഫയൽ നെയിം കൊടുക്കുമ്പോൾ തന്നെ അങ്ങനെ കൊടുക്കുന്നതേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷുറൻസിൻ്റെ ഫയലൊക്കെ നമ്മൾ ഓൾറെഡി കൊണ്ടിട്ടിട്ടുണ്ട് അല്ലേ? സോ ഡാറ്റ സെറ്റിന് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി, പാണ്ടാസ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ മതി. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസിനെ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇമ്പോർട്ട് ചെയ്ത് വെക്കുവാണ് കേട്ടോ. സോ ഫസ്റ്റ് തന്നെ ഇമ്പോർട്ട് പാണ്ടാസ് ആസ് പി ഡി കൊടുക്കുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് നമുക്ക് എന്താണ്, മാറ്റ്പ്ലോട്ലിബ് വേണ്ടി വരും. സോ ഇമ്പോർട്ട് മാറ്റ്പ്ലോട്ലിബ് ഡോട്ട് പൈപ്പ്ലോട്ട് ആസ് പി എൽ ടി കൊടുക്കുന്നുണ്ട്. സോ സെക്കൻഡ് ഇമ്പോർട്ട് ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ലേബിൾ എൻകോഡിങ്ങോ എന്തെങ്കിലും ആവശ്യം വരും. സോ ലേബിൾ എൻകോഡിങ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. സോ ഫ്രം sklearn ഡോട്ട് പ്രീ പ്രോസസ്സിങ്. സോ sklearn ഡോട്ട് പ്രീ പ്രോസസ്സിങ് ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, ലേബിൾ എൻകോഡർ കൊടുക്കുക. സോ അതൊരു സ്റ്റെപ്പ് ഓക്കെ ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഡിസിഷൻ ട്രീൻ്റെ ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. സോ അത് sklearn ഡോട്ട് ട്രീയിലാണ് ഇതിരിക്കുന്നത് ഡിസിഷൻ ട്രീ റിഗ്രസർ ഉള്ളത് കേട്ടോ. സോ അതും കൂടി ഇമ്പോർട്ട് ചെയ്യാം. ഫ്രം sklearn ഡോട്ട് ട്രീ ഇമ്പോർട്ട് ഡിസിഷൻ ട്രീ റിഗ്രസർ കൊടുക്കുന്നുണ്ട്. അതേപോലെ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് നമ്മളെല്ലാ ഡാറ്റ സെറ്റിലും നമ്മൾ ചെയ്യുന്നതാണ് ഇത്, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ്. സോ അത് ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. സോ അതും കൂടി ചെയ്യാം. ഫ്രം sklearn ഡോട്ട് മോഡൽ അണ്ടർസ്കോർ സെലക്ഷൻ എന്ത് കൊടുക്കുക, ഇമ്പോർട്ട് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക. ദെൻ നമുക്ക് എന്താണ്, മീൻ സ്ക്വയർഡ് എറർ എന്തായാലും വേണ്ടി വരും. സോ ഫ്രം sklearn ഡോട്ട് മെട്രിക്സ് ഇമ്പോർട്ട് മീൻ സ്ക്വയർഡ് എറർ. സോ ഈ ഒരു സെല്ലിൽ റൺ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്യാനുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡാറ്റ ഫ്രെയിമിനെ ക്രിയേറ്റ് ചെയ്യാം. ഡാറ്റ ഈക്വൽ ടു പി ഡി ഡോട്ട് കൊടുക്കുക, റീഡ് CSV കൊടുക്കുക, ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, സിംഗിൾ കോട്ട്സിൽ ഫയൽ നെയിം, ഇൻഷുറൻസിൻ്റെ നെയിം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ലോവർ കേസാണ്. ഇൻഷുറൻസ് ഡോട്ട് CSV കൊടുക്കുക.
ദെൻ അതിന് ശേഷം നമുക്ക് ഡാറ്റ സെറ്റ് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. സോ ഒരു ഡാറ്റയും കൂടെ കൊടുക്കുക. സോ ഇതിൽ നമ്മുടെ വാല്യൂസ് വരുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്? ഇതിൽ നമ്മുടെ ടാർഗറ്റ് കോളം ഏതായിരിക്കും? ഈ ചാർജസ് ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് കോളം വരുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇതൊരു റിഗ്രഷൻ അൽഗോരിതം വെച്ചിട്ടാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഏജ് ഉണ്ട്, സെക്സ് ഉണ്ട്, അതേപോലെ BMI, ചിൽഡ്രൻ ഉണ്ടോ, സ്മോക്കേഴ്സ് ആണോ, ഏത് റീജിയൻ ആണ്, ദെൻ അവർക്ക് വരുന്ന ചാർജസും കൂടിയാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അറൌണ്ട് 1338 റോസും 7 കോളംസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ ലേബൽ എൻകോഡിങ് ചെയ്യാം. അതായത് കാറ്റഗറിക്കൽ കോളംസിനെ കംപ്ലീറ്റ്ലി എന്താക്കാം, നമുക്ക് ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ലേബൽ എൻകോഡർ ഓൾറെഡി ഇമ്പോർട്ടഡ് ആണ്. എന്ത് ചെയ്യാം, ഈ ജെൻഡർ, അതേപോലെ തന്നെ സ്മോക്കർ, റീജിയൻ, ഈ 3 കോളംസിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം, ലേബൽ എൻകോഡിങ് ചെയ്യാം. കൺഫ്യൂഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ നൾ വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് കൊടുത്താൽ മതി, ഡാറ്റ ഡോട്ട് ഈസ് നൾ, ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുക, ഡോട്ട് സം കൊടുക്കുക. നൾ വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇല്ല. സോ നമുക്ക് ധൈര്യമായിട്ട് ഇനി ചേഞ്ച് ചെയ്യാം. അതായത് കാറ്റഗോറിക്കെല്ലാം നമുക്ക് എന്താക്കി മാറ്റാം, ന്യൂമറിക്കൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ലേബൽ എൻകോഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. LE _ എന്ത് ചെയ്യുക, വെയിറ്റ് ഒരു മിനിറ്റ്, സെക്സ് ആണല്ലേ, ജെൻഡർ അല്ല. LE _ കൊടുക്കുക, സെക്സ് കൊടുക്കുന്നുണ്ട്, ഈക്വൽ ടു ലേബൽ എൻകോഡർ, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്, ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, നമ്മുടെ കോളത്തിൻ്റെ നെയിം കൊടുക്കുന്നുണ്ട്, ഈക്വൽ ടു LE _ ആ ഒരു ലേബൽ എൻകോഡർ ഒബ്ജക്റ്റിൻ്റെ നെയിം ഡോട്ട് ഇത് കൊടുക്കുക, ഫിറ്റ് ട്രാൻസ്ഫോം കൊടുക്കുക. ഫിറ്റ് ട്രാൻസ്ഫോം ബ്രാക്കറ്റിൽ എന്താണ്, നമ്മൾ ഏത് വാല്യൂ വെച്ചിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ജസ്റ്റ് കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ആ ഒരു കോളം നെയിം തന്നെ കൊടുക്കാം, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സ്, ദെൻ അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ആ വാല്യൂ തന്നെ കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ സെയിം പാറ്റേണിൽ തന്നെ ബാക്കി കോളംസും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. റീജിയൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്മോക്കർ വരുന്നുണ്ട്, പേസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്മോക്കർ ആണ്, സോ അത് കൊടുക്കുന്നുണ്ട്. സ്മോക്കറിൻ്റെ ലേബിൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ മാറ്റാം, സ്മോക്കർ കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റിൻ്റെ നെയിം ചേഞ്ച് ആക്കണം, ഫിറ്റ് ട്രാൻസ്ഫോമിൻ്റെ ഉള്ളിലും സ്മോക്കർ കൊടുക്കുക. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഏതാണ്, റീജിയൻ ആയിരിക്കും, അതെ, യെസ് അതാണ്. സോ നെക്സ്റ്റ് റീജിയനും കൂടി ഇതേപോലെ ആഡ് ചെയ്യാം. സ്മോക്കർ അല്ല, റീജിയൻ. ഈക്വൽ ടു ലേബൽ എൻകോഡർ, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്, നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കാം, സ്ക്വയർ ബ്രാക്കറ്റ്സ്, ദെൻ അതിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, റീജിയൻ കൊടുക്കുക, LE _ റീജിയൻ ഡോട്ട് ഫിറ്റ് ട്രാൻസ്ഫോം കൊടുക്കുക. ഫിറ്റ് ട്രാൻസ്ഫോം ബ്രാക്കറ്റിൽ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം, സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സ് കൊടുക്കുക. ദെൻ നമ്മുടെ ആ ഒരു കോളത്തിൻ്റെ പേര്, അതായത് റീജിയൻ തന്നെ കൊടുക്കുന്നുണ്ട്. ദെൻ ക്ലോസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഡാറ്റനെ ചെക്ക് ചെയ്ത് നോക്കാം, റൺ ചെയ്ത് നോക്കാം. നമ്മുടെ എൻ്റെ ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലേബൽ എൻകോഡിങ് ചെയ്തിട്ടുണ്ട്. സോ ഓരോ യൂണിക് വാല്യൂസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ കോളത്തിലെ യൂണിക് വാല്യൂസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സ്മോക്കറിൻ്റെ മേ ബി യെസ് ഓർ നോ ആയിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെ സദേൺ, നോർത്തേൺ, ഇതേപോലുള്ള വാല്യൂസ്, മെയില്, ഫീമെയില്, 01 മാത്രമാണ് വരുന്നത്. ഓക്കെ, ചിൽഡ്രൻ ഓൾറെഡി ഉള്ളതാണ്. സ്മോക്കർ യെസ് നോ 01 എന്നുള്ള പാറ്റേണിലാണ് പോയിരിക്കുന്നത്. ദെൻ അതേപോലെ ഓക്കെ, യെസ്സിനെ 1 ആയിട്ടും നോന് 0 ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. റീജിയൻ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ റീജിയൻസ് വരുന്നതുകൊണ്ടാണ് 0, 1, 2, 3, 4 4 റീജിയൻസും വരുന്നുണ്ട്. സോ ആ ഒരു 3 വരെയുള്ള നമ്പർ നമുക്ക് അവിടെ വിസിബിൾ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ, വാല്യൂസ് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ കോളംസിലും ഔട്ട്ലയേഴ്സിനെ നെക്സ്റ്റ് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഡാറ്റ ടൈപ്പ്, അതേപോലെ തന്നെ
എന്താ പറയുക, ഇൻഫോ ഡിസ്ക്രൈബ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. തൽക്കാലത്തേക്ക് ഞാൻ ചിലതൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം, അതേപോലെ ഇൻഫോ ചെയ്ത് നോക്കാം. കോളം നെയിം ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇവിടെ നമ്മൾ ലേബൽ എൻകോഡർ കൊടുക്കുമ്പോൾ കോളം നെയിം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൊടുത്താലും മതി. സോ ഞാനിപ്പോൾ ഓരോ കോളംസ് ആയിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ബോക്സ് പ്ലോട്ട് എടുത്ത് നോക്കാം. PLT ഡോട്ട് കൊടുക്കുക, ബോക്സ് പ്ലോട്ട്, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്, ദെൻ അതിൻ്റെ ഉള്ളിൽ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം, സ്ക്വയർ ബ്രാക്കറ്റ്സ്, അതിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ കോളം നെയിം ഇപ്പോൾ തൽക്കാലം BMI കൊടുക്കാൻ പോവാണ്. ഇത് കൊടുക്കുക, BMI കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞ ശേഷം സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞ ശേഷം കോമ, പാച്ച് ആർട്ടിസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഈക്വൽസ് ടു കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്യാം. കുറച്ച് ഔട്ട്ലയേഴ്സ് ഉണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, IQR യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ഇത് കൊടുക്കുക, ഫസ്റ്റ് തന്നെ റീസെറ്റ് ഇൻഡെക്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കമ്പൽസറി അല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ദെൻ ഇൻക്രീസ് ഈക്വൽസ് ടു കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ ഡോട്ട് ഇത് കൊടുക്കുക, ഡ്രോപ്പ് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നതെന്നുള്ളതും കൂടി കൊടുക്കുന്നുണ്ട്. ഇൻഡെക്സ് ഈക്വൽ ടു ഇൻഡെക്സ് കോമ ആക്സിസ് ഈക്വൽ ടു 1 കോമ ഇൻക്രീസ് ഈക്വൽ ടു 2. ദെൻ നമ്മൾ റൺ ചെയ്യാം. ദെൻ നമ്മൾ IQR യൂസ് ചെയ്യാം. ഓക്കെ, ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ടൈപ്പ് ഡ്രോപ്പ് ഇൻക്രീസ് LNSI. ഓക്കെ, സോ നമ്മൾ ഇൻഡെക്സ് റീസെറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് IQR യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, BMI റെഡി ആക്കാം. സോ Q1 ഈക്വൽ ടു ഡാറ്റ ഡോട്ട് BMI ഡോട്ട് കൊടുക്കുക, ക്വാണ്ടൈറ്റ് ഫംഗ്ഷൻ്റെ നെയിം, ദെൻ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, 0.25 കൊടുക്കുക. അപ്പോൾ 25% Q1 വരും. ദെൻ സെയിം വേ നമുക്ക് എന്ത് ചെയ്യണം, Q3 കൂടി കൊടുക്കണം. സോ Q3 ഈക്വൽ ടു ഡാറ്റ ഡോട്ട് BMI ഡോട്ട് എന്ത് കൊടുക്കുക, ക്വാണ്ടൈൽ, ദെൻ ബ്രാക്കറ്റ്സിൽ 0.75 കൊടുത്തിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യണം, IQR കണ്ടുപിടിക്കണം അല്ലേ. സോ IQR ഈക്വൽ ടു Q3 മൈനസ് Q1 കൊടുക്കും. Q1 കൊടുക്കുക. സോ IQR കണ്ടുപിടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ലോവർ എന്ന് പറയുന്നത് എന്താണ്, Q1 ന്ന് 1.5 മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള IQRനെയാണ് നമ്മൾ എന്ത് പറയുക, Q1 ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പേസ് ആഡ് ചെയ്യാം കേട്ടോ. അതേപോലെ ഇത് കൊടുക്കുക, ലോവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പർ ഈക്വൽ ടു Q3നേക്കാളും കൂടുതലുള്ളത് അല്ലേ. സോ Q3 മൾട്ടിപ്ലൈഡ് ബൈ 1.5 മൾട്ടിപ്ലൈഡ് ബൈ കൊടുക്കുക, IQR കൊടുത്തിട്ടുണ്ട്. സോ അപ്പർ റേഞ്ചിലുള്ള ഡാറ്റ ആയിരിക്കും നമ്മൾ അപ്പറിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, അപ്പർ ഇൻഡെക്സ് കൊടുക്കണം അല്ലേ. സോ upper underscore index equal to സ്പേസ് ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ. എന്താണ് NP ഡോട്ട് NP ഇമ്പോർട്ട് ചെയ്യാനുണ്ടാവും. സോ വേർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡാറ്റ, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ BMI കൊടുക്കുന്നുണ്ട്. ദെൻ BMI അപ്പർ അല്ലേ കൊടുത്തിരിക്കുന്നത്. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അപ്പർ കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ ഇൻഡെക്സ് 0 ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. സെയിം വേ ഇത് കൊടുക്കുക, ലോവർ ഇൻഡെക്സും കൂടി കൊടുക്കുക. സോ ഈ ലൈൻ കോപ്പി ചെയ്യുന്നുണ്ട്, അപ്പർ മാറ്റിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ലോവർ ആക്കുന്നുണ്ട്. ഇൻഡെക്സ് വെർ ഗ്രേറ്റർ ദാൻ മാറ്റിയിട്ട് ലെസ് ദാൻ ആക്കുന്നുണ്ട്. അപ്പറിന് പകരം എന്താക്കാം, ലോവർ കൊടുക്കുക. സോ നമ്മൾ അപ്പർ ഇൻഡെക്സും ലോവർ ഇൻഡെക്സും കൊടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്, ഡ്രോപ്പ് ചെയ്യാനുള്ള ലൈനാണ്. സോ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ബ്രാക്കറ്റിൽ ഇൻഡെക്സ് ഈക്വൽ ടു
അപ്പർ ഇൻഡെക്സ് കോമ എന്താണ് ഇൻ പ്ലേസ് ഈക്വൽസ് കൊടുക്കാം. സെയിം വേ എന്തും കൊടുക്കാം, ലോവർ ഇൻഡെക്സും കൂടി കൊടുത്തിട്ട് അഗെയിൻ നമുക്ക് ആ ബോക്സിലോട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലോവർ ഇൻഡെക്സ് കൊടുക്കുന്നുണ്ട്, ഇൻ പ്ലേസ് ഈക്വൽ ടു ട്രൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് റൺ ചെയ്യുന്നേക്കാളും മുമ്പായിട്ട് ബിഫോർ എന്ത് ചെയ്യണം, നംപൈനും കൂടി ഇമ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. സോ അതും കൂടി ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് നംപൈ SNP കൊടുത്തിട്ടുണ്ടായി. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. ദെൻ നമുക്ക് IQR ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബോക്സ് പ്ലോട്ട് ചെയ്ത് നോക്കാം. നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, താഴെയും കൂടെ കൊടുക്കാം. ELT ഡോട്ട് കൊടുക്കുക ബോക്സ് പ്ലോട്ട്, ബ്രാക്കറ്റിൽ ഡാറ്റ, സ്ക്വയർ ബ്രാക്കറ്റിൽ സിംഗിൾ കോട്ട്സിൽ BMI കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞ ശേഷം കോമ ചാർട്ട് ടെസ്റ്റ് ഈക്വൽസ് ടു കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുക. റൺ ചെയ്യാം. എനിക്ക് സിംഗിൾ കോട്ട്സ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. സോ നമ്മുടെ ഔട്ട്ലയേഴ്സിനെ നമ്മളിപ്പോൾ BMI റിമൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്ത് കൊടുക്കണം, നമുക്ക് ബാക്കി വിഷ്വലൈസേഷൻസും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ BMI കറക്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ ബാക്കി കോളംസ് ഏതൊക്കെയാണ് ന്യൂമറിക്കൽ വരുന്നതെന്ന് വെച്ചാൽ അതിനൊക്കെ എന്ത് ചെയ്ത് നോക്കുക, BMI ചെക്ക് ചെയ്ത് നോക്കി. അതേപോലെ ചാർജസിൻ്റെ ചെക്ക് ചെയ്ത് നോക്കണം, ഔട്ട്ലയേഴ്സ് വരുന്നുണ്ടോയെന്ന്. അതേപോലെ പിന്നെ വരുന്നത് ഏതാ, ഓക്കെ. സോ ബാക്കി കോളംസും കൂടി നമുക്കൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് റീസെറ്റ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇവിടെയെല്ലാം ഇൻഡെക്സ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു കോഡ് കൊടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ നെക്സ്റ്റ് ബോക്സ് പ്ലോട്ടിൽ നമ്മൾ IQR ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു ഇഷ്യൂ ആയിരിക്കും. സോ അത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റീസെറ്റ് കൊടുക്കുക, അലൈൻ റൺ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് അടുത്ത കോളം ലെവൽ 0. ഓക്കെ, ഡാറ്റയിൽ ലെവൽ 0 ഇല്ലല്ലോ. ഇതിപ്പോൾ എങ്ങനെ വന്നു? സ്ക്രോൾ ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് അടുത്ത കോളം ചെക്ക് ചെയ്ത് നോക്കാം. സോ ELT ഡോട്ട് എന്ത് ചെക്ക് ചെയ്യുക, കോളം നെയിം ബോക്സ് പ്ലോട്ട്, ബ്രാക്കറ്റിലെ ഡാറ്റ, സ്ക്വയർ ബ്രാക്കറ്റ്സ്, ദെൻ സിംഗിൾ കോട്ട്സ്. അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, ഈ കൊടുത്ത് നോക്കാം. കോമ ചാർട്ട് ടെസ്റ്റ് ഈക്വൽസ് എന്ത് കൊടുക്കാം, കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് റൺ ചെയ്യാം. ഏജ് എന്ന് പറയുന്ന കോളം ഓക്കെ ആണ്. നെക്സ്റ്റ് ഏതാണ്, സെക്സ് എന്ന് പറയുന്ന കോളമാണ്. നമുക്ക് നോക്കാം. ELT ഡോട്ട് ബോക്സ് പ്ലോട്ടിൽ ബ്രാക്കറ്റ് കൊടുക്കുക. ദെൻ ഡാറ്റ ഫ്രെയിം നെയിം, സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, കോളത്തിൻ്റെ നെയിം കൊടുക്കുക. കോമ പാച്ച് ടെസ്റ്റ് ഈക്വൽസ് ടു കൊടുക്കുക. സോ ഈ ഡാറ്റ നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ജെൻഡറിൻ്റെ കോളത്തിൽ ഓക്കെ. ദെൻ BMI നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. അതേപോലെ ചിൽഡ്രൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യാം കേട്ടോ. ELT ഡോട്ട് ബോക്സ് പ്ലോട്ട്, ഡാറ്റ, സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ സിംഗിൾ കോട്ട്സ് കൊടുക്കുക. ചിൽഡ്രൻ കൊടുക്കുന്നുണ്ട്. കോമ ഡാറ്റ ടെസ്റ്റ് ഈക്വൽ ടു കൊടുക്കുന്നുണ്ട്. ഇതിലും ചെറിയ വേരിയേഷൻ ഉണ്ട് ഡാറ്റയിൽ. ഔട്ട്ലയേഴ്സ് ആയിട്ടില്ല, പക്ഷെ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ചിൽഡ്രൻ ചെക്ക് ചെയ്തതിന് ശേഷം സ്മോക്കർ, ദെൻ റീജിയൻ, ചാർജസ്. സ്മോക്കർ, റീജിയൻ ആൻഡ് ചാർജസ്. ELT ഡോട്ട് ബോക്സ് പ്ലോട്ട്,
ഇത് കൊടുക്കുക ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റ്സ് ദെൻ സിംഗിൾ കോട്ട്സിൽ നമ്മുടെ കോളത്തിൻ്റെ നെയിം കൊടുക്കുക കോമ പാച്ച് ആർട്ടിസ്റ്റ് ഈക്വൽസ് ഇത് കൊടുക്കുക ട്രൂ കൊടുക്കുക plt.workflow/test മോക്കറിൽ ഡാറ്റ ബൂളിയൻ വാല്യൂസ് ആണ്. സോ സീറോസും വൺസും ആണ്. ഇങ്ങനെയായിരിക്കും ഫ്ലോട്ട് വരുന്നത്. ഇറ്റ്സ് ഓക്കെ. ദെൻ ചിൽഡ്രൻ്റെ ഉണ്ട് നോക്കാം. ഇതിൽ നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ ഡാറ്റാസ് നല്ലത് സീറോസും വൺസും തന്നെയാണ് വരുന്നത്. നമുക്ക് റീ ചെയ്യണം. അതേപോലെ ചാർജസും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബ്രാക്കറ്റിൽ കൊടുക്കുക ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ റീജിയൻ കോമ പാച്ച് ആർട്ടിസ്റ്റ് കൊടുക്കുന്നുണ്ട് ഈക്വൽസ് എന്ത് കൊടുക്കുക ട്രൂ കൊടുക്കുക ദെൻ റൺ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ചാർജസ് ആണ്. നമ്മുടെ ടാർഗറ്റ് കോളം അതും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. plt.boxfloat കൊടുക്കുക ബ്രാക്കറ്റിൽ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എടുക്കുക ചാർജസ് നമ്മുടെ കോളത്തിൻ്റെ നെയിം കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോമ പാച്ച് അണ്ടർസ്കോർ ആർട്ടിസ്റ്റ് ഈക്വൽസ് കൊടുക്കുക ട്രൂ കൊടുക്കുക. സോ ഇതിൽ ഒത്തിരി ഔട്ട്ലയേഴ്സ് കാണിക്കുന്നുണ്ട്. ഇത്ര നമ്മൾ ഡാറ്റ കാണിച്ചതിൽ ഔട്ട്ലയേഴ്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ് തൽക്കാലം നമ്മൾ IQR ചെയ്യാതെ സ്കിപ്പ് ചെയ്തത്. ഇത് നെക്സ്റ്റിൽ ഔട്ട്ലയേഴ്സ് ആയിട്ട് കാണിച്ചത് ഇതായിരുന്നു. സോ നമുക്ക് ഇതിനൊന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. സോ നമുക്ക് IQR ഇംപ്ലിമെന്റ് ചെയ്യാം. ഇത് കൊടുക്കാം Q1 ഈക്വൽസ് എന്ത് കൊടുക്കുക ഡാറ്റ ഡോട്ട് ചാർജസ് ഡോട്ട് ക്വാണ്ടൈൽ ഓഫ് 0.25 കൊടുക്കുക. ദെൻ അതേപോലെ തന്നെ Q3 ഈക്വൽ ടു ഡാറ്റ ഡോട്ട് ചാർജസ് ഡോട്ട് ക്വാണ്ടൈൽ ഓഫ് 0.75 കൊടുക്കുന്നുണ്ട്. സോ Q1ഉം Q3യും കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞ ശേഷം IQRും കൂടി ആഡ് ചെയ്യാം. സോ നെക്സ്റ്റ് ലൈനിൽ ഇത് കൊടുക്കുക IQR ഈക്വൽ ടു Q3 മൈനസ് Q1 കൊടുക്കുക. സോ IQR നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ അത് കഴിഞ്ഞ ശേഷം ലോവർ ഈക്വൽ ടു ഇതാണ് Q1 നിന്ന് കുറയ്ക്കണം 1.5 മൾട്ടിപ്ലൈഡ് ബൈ IQR കൊടുക്കുക. അതേപോലെ തന്നെ അപ്പർ കൊടുക്കുക അപ്പർ ഈക്വൽ ടു Q3 പ്ലസ് എന്ത് കൊടുക്കുക 1.5 മൾട്ടിപ്ലൈഡ് ബൈ IQR കൊടുക്കുക. സോ അപ്പറും ലോവറും കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ് അപ്പർ ഇൻഡെക്സും ലോവർ ഇൻഡെക്സും ആണ് അല്ലേ. സോ അപ്പർ ഇൻഡെക്സ് ഈക്വൽസ് എന്ത് കൊടുക്കാം np.word ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ ദെൻ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക നമ്മുടെ കോളം നെയിം സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ചാർജസ് കൊടുക്കുന്നുണ്ട്. ദെൻ കോമയല്ല കണ്ടീഷൻ അപ്പർ ഇൻഡെക്സ് ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. സോ അത് സൂക്ഷിച്ച് കൊടുക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇൻഡെക്സ് വാല്യൂ 0 സെറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക ലോവർ ഇൻഡെക്സ് ഈക്വൽസ് np.word ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സ് കൊടുക്കുക ചാർജസ് കൊടുക്കുന്നുണ്ട്. ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കൊടുക്കുക ലോവർ കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 0 കൊടുക്കുന്നുണ്ട്. സോ എന്താണ് അപ്പർ ഇൻഡെക്സും ലോവർ ഇൻഡെക്സും കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് എന്താണ് നമുക്ക് ഡ്രോപ്പ് ചെയ്യണം അല്ലേ. സോ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം ഡോട്ട് ഡ്രോപ്പ് കൊടുക്കുക ബ്രാക്കറ്റിൽ ഇൻഡെക്സ് ഈക്വൽ ടു അപ്പർ ഇൻഡെക്സ് ഫസ്റ്റ് കൊടുക്കുന്നുണ്ട് കോമ ഇൻ പ്ലേസ് ഈക്വൽസ് ടു കൊടുക്കുന്നുണ്ട്. സെയിം വേ എന്ത് കൊടുക്കുക ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ബ്രാക്കറ്റിൽ ഇൻഡെക്സ് ഈക്വൽ ടു ലോവർ ഇൻഡെക്സ് കൊടുക്കുക
lower index, comma, in place equals സ്പേസിങ് കളയുന്നുണ്ട്, ഒരു ഫോമാറ്റിൽ കൊടുക്കണം കേട്ടോ. ഇൻ പ്ലേസ് ഈക്വൽ ടു ട്രൂ കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഐക്യുആർ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. ഇനി എന്ത് ചെയ്യാം, കൊടുത്തൊക്കെ കറക്റ്റ് അല്ലേ നോക്കാം. ഇവിടെ ഡബ്ല്യൂവിൻ്റെ കുറവുണ്ട്, അത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പർ ഇൻഡെക്സ് ലോവർ ഇൻഡെക്സ്, ലോവറും അപ്പറൊക്കെ കറക്റ്റ് ആണ്. അപ്പർ ബോണ്ടിനും പ്ലസ്, ലോവർ ബോണ്ടിന് മൈനസ് കൊടുത്തിട്ടുണ്ട്. ആസ് എ സെയിം വേ ഇവിടെയും കറക്റ്റ് അല്ലേന്ന് ക്ലോസ് ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഐക്യുആർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ടാർഗറ്റ് കോളത്തിനെ ചെക്ക് ചെയ്യാൻ പോവാണ്. സോ PLT ഡോട്ട് കൊടുക്കുക, ബോക്സ് പ്ലോട്ട്, ദെൻ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, ഡാറ്റ ഫ്രെയിം നെയിം സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ചാർജസ് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോമ എന്ത് കൊടുക്കുക, പാച്ച് ആർട്ടിസ്റ്റ്, പാച്ച് അണ്ടർസ്കോർ ആർട്ടിസ്റ്റ് ഈക്വൽ ടു എന്ത് കൊടുക്കുക, ട്രൂ കൊടുക്കുക. ദെൻ ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലേ, ചെറിയ വേരിയേഷൻ ഉണ്ട്, ബട്ട് കംപ്ലീറ്റ്ലി അങ്ങോട്ട് പോയിട്ടില്ല. വെയിറ്റ് നമുക്ക് ആ റീസെറ്റ് ഇൻഡെക്സിൻ്റെ ഒന്നും കൂടി റൺ ചെയ്തതിന് ശേഷം ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇതൊന്നും കൂടി റൺ ചെക്ക് ചെയ്യും, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം അത് റെഡി ആവോ ഇല്ലയോ എന്ന്. ദെൻ ഇത് ഓക്കെ, കറൻ്റ്ലി ഉള്ള ഡാറ്റ വന്നിട്ടുണ്ട്, ദെൻ ചെക്ക് ചെയ്ത് നോക്കാം. ചെറിയ വേരിയേഷൻസ് ഉണ്ട്, ബട്ട് കംപ്ലീറ്റ്ലി അങ്ങ് മാറി. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ റീജിയനാണ്. ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട് കണ്ടോ, ഡാറ്റേൻ്റെ ക്വാണ്ടിറ്റി ഇത് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്, ബട്ട് കംപ്ലീറ്റ്ലി നമുക്ക് റിമൂവ് ആയില്ലെങ്കിലും മെജോറിറ്റി ഉള്ള പോർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മൾ ബോക്സ് പ്ലോട്ടൊക്കെ കംപ്ലീറ്റ്ലി ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, നെക്സ്റ്റ് എന്താ, ബോക്സ് പ്ലോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ആണ് അല്ലേ. സോ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്, ഒരു മിനിറ്റ്, സോ നെക്സ്റ്റ് നമ്മൾ ബോക്സ് പ്ലോട്ട് ഒക്കെ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സോ നെക്സ്റ്റ് നമുക്ക് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് എക്സ് ട്രെയിനും വൈ ട്രെയിനും, അതിന് മുമ്പ് എക്സും വൈയും നമുക്ക് കൊടുക്കണ്ടേ. നമുക്ക് ഫീച്ചേഴ്സ് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കണം, ദെൻ അതിൻ്റെ ഇത് കൊടുക്കാം, എക്സ് കൊടുക്കാം. സോ എക്സ് ഈക്വൽ ടു ഐദർ നമുക്ക് എന്ത് കൊടുക്കാം, ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ
ഡാറ്റ ഡോട്ട് കൊടുക്കാം, കോളംസ് കൊടുക്കാം. അയ്യോ, ഇതെല്ലാം തെറ്റിപ്പോയതാണ്. സോ ഡാറ്റ ഡോട്ട് ഇത് കൊടുക്കാം, കോളംസ് കൊടുക്കാം. കോളം നെയിംസ് വേണമെങ്കിൽ കോപ്പി, ചാർജസ് ഒഴിച്ച് ബാക്കി കോളംസിന്റെ നെയിം ഉണ്ടല്ലോ അതെന്ത് ചെയ്യാം, നമുക്ക് കോപ്പി ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ചാർജിന്റെ കോളത്തിനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇത് ഒരു മെത്തേഡ്. ഇതങ്ങ് റണ്ണല്ല, കമന്റ് ആയിരുന്നു ഉദ്ദേശിച്ചത്. ഓക്കെ, കമന്റ് ചെയ്തിടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്ത് കൊടുക്കാം, എക്സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ, സോറി എക്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ആ ഒരു ഫീച്ചേഴ്സിനെ മാത്രം നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇപ്പൊ ലെവൽ 0 എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമുക്ക് ആവശ്യമില്ല. ബട്ട് ആക്ച്വലി അങ്ങനെ ഒരു കോളം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു എന്താണ് ഡാറ്റ സെറ്റ് എടുത്ത് നോക്കാം നമ്മളാണ്. ലെവൽ 0 എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്ലാങ്ക് ആയി കിട്ടുന്നതിനെയാണ് ഇപ്പൊ ലെവൽ 0 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ബിക്കോസ് നമുക്കത് ആവശ്യമില്ല. പക്ഷെ സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി പോർഷൻസ് നമ്മൾ എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് വേണ്ടുന്ന ഫീച്ചേഴ്സിനെ മാത്രം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ബേസ് ചെയ്തിട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ എക്സ് ആയിട്ട് ഏജ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, സോ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഫീച്ചേഴ്സിന് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് കൊടുക്കാം, എക്സ് ഈക്വൽ ടു ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, കോളം നെയിം കൊടുക്കുക, ആക്സിസ് 1 എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഡാറ്റ ഓഫ് അല്ല, ജസ്റ്റ് കോളം നെയിം സിംഗിൾ കോട്ട്സിൽ കൊടുത്താൽ മതി. ഇതാണ് ചാർജസ് കൊടുക്കുന്നുണ്ട്. then അത് കഴിഞ്ഞ ശേഷം കോമ, ഇതാണ് ഇൻ പ്ലേസ് ഈക്വൽസ്, ഐദർ ഇൻ പ്ലേസ് ഈക്വൽസ് 0, ഇവിടെ ആക്സിസ് ഈക്വൽസ് 1 കൊടുത്താൽ മതി. ഇങ്ങനെ വേണമെങ്കിലും കൊടുത്താൽ മതി, ഏതാണെങ്കിലും ഓക്കെ ആണ്. സോറി, ഈ ഒരു ലൈൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. സോ ഇത് ഈ ഒരു ലൈനാണ് കേട്ടോ ഞാൻ തൽക്കാലം യൂസ് ചെയ്യുന്നത്. സോ ഇത് കോപ്പി ചെയ്തിട്ട് താഴത്തേക്ക് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനെ അൺകമന്റ് ചെയ്തെടുക്കുന്നുണ്ട്. സോ അത്രയും ഏരിയാസ് ഞാൻ കൊടുക്കുന്നുണ്ട്. then ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏജ് മാത്രം വെച്ചിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പൊ എക്സ് ആയിട്ട് ഞാൻ ഏജ് കൊടുത്തിട്ടുണ്ട്, സെക്സ് കൊടുത്തിട്ടുണ്ട്, BMI, ചിൽഡ്രൻ, സ്മോക്കേഴ്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സ്മോക്കർ, റീജിയൻ ഒക്കെ ഞാൻ എക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇത്രയും ആഡ് ചെയ്യുന്ന കമ്പൽസറി അല്ല കേട്ടോ. സോ അത് നോക്കിയിട്ട് ഹാൻഡിൽ ചെയ്യുക. y ഈക്വൽ ടു ഇത് കൊടുക്കുക, ഡാറ്റ ഫ്രെയിമിലെ ഒറ്റ കോളനല്ലേ ഉള്ളൂ. സോ അത് അങ്ങനെ തന്നെ കൊടുക്കുവാണ്. സോ ചാർജസ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എക്സും വൈയും കൊടുത്തതിന് ശേഷം എന്ത് കൊടുക്കുക, എക്സ് ട്രെയിൻ വൈ ട്രെയിൻ കൊടുക്കണം. സോ എന്ത് കൊടുക്കുക, എക്സ് അണ്ടർസ്കോർ ട്രെയിൻ കോമ എക്സ് അണ്ടർസ്കോർ ടെസ്റ്റ് കോമ നെക്സ്റ്റ് എന്താണ് വൈ അണ്ടർസ്കോർ ട്രെയിൻ കോമ വൈ അണ്ടർസ്കോർ ടെസ്റ്റ് ഈക്വൽസ് എന്ത് കൊടുക്കുക, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്, സോറി ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിനുള്ളിലായിട്ട് എന്ത് കൊടുക്കുക, നമ്മുടെ ആ ഒരു എക്സിനെയും വൈനെയും കൊടുക്കുക. സോ എക്സ് കോമ വൈ കൊടുക്കുക, കോമ ടെസ്റ്റ് അണ്ടർസ്കോർ സൈസ് ഈക്വൽസ് എത്ര കൊടുക്കുക, 0.2 കൊടുക്കുക, കോമ നെക്സ്റ്റ് എന്താണ് റാൻഡം സ്റ്റേറ്റും കൂടി കൊടുക്കുക. റാൻഡം സ്റ്റേറ്റ് ഈക്വൽസ് ഒരു 42 അല്ലെങ്കിൽ 20 ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള നമ്പർ ഞാൻ കൊടുത്തേ ഉള്ളൂ. സോ റാൻഡം സ്റ്റേറ്റ് 42 കൊടുക്കുന്നുണ്ട്. ആ ഒരു ലൈൻ റൺ ചെയ്യുന്നുണ്ട്. സോ എക്സും വൈയും പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. ദെൻ എന്ത് കൊടുക്കുന്നുണ്ട്, മോഡലിനെ ക്രിയേറ്റ് ചെയ്യാം. എക്സ് ട്രെയിനും വൈ ട്രെയിനും പ്രോപ്പറായിട്ട് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഞാനിവിടെ കൊടുത്തത് 20% ടെസ്റ്റിങ്ങിനും ബാക്കി 80% ട്രെയിനിങ്ങിനുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, റിഗ്രസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, മോഡലിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇത് കൊടുക്കാം, ഇവിടെ ഡെപ്ത് അല്ല ഡിസിഷൻ ട്രീ, റിഗ്രസർ
ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുക. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, മാക്സ് ഡെപ്ത് കൊടുക്കേണ്ടത്. സോ മാക്സ് അണ്ടർസ്കോർ ഡെപ്ത് കൊടുക്കുക ഈക്വൽസ് 4 ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. തൽക്കാലം 4 ആണ് കൊടുക്കുന്നത്. ദെൻ അതിന് ശേഷം എന്ത് കൊടുക്കുക, കോമ റാൻഡം സ്റ്റേറ്റ് കൊടുക്കുക കേട്ടോ. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, റാൻഡം സ്റ്റേറ്റ് കൊടുക്കാം. റാൻഡം സ്റ്റേറ്റ് ഈക്വൽ ടു 42 തന്നെയാണ് കൊടുക്കുന്നത്. ഡെപ്ത് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. നമുക്ക് ആദ്യം ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് കൂട്ടണോ കുറയ്ക്കണോ എന്ന് ഫൈനലൈസ് ചെയ്യാം. നെക്സ്റ്റ് റിഗ്രസർ ഡോട്ട് ഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഫിറ്റ് മാത്രമാണ് കൊടുക്കുന്നത്, ട്രാൻസ്ഫോം നമ്മൾ കൊടുക്കുന്നില്ല, ബിക്കോസ് നമ്മൾ ചേഞ്ചസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ലല്ലോ. സോ എക്സ്ട്രീം കോമ നെക്സ്റ്റ് വൈറ്റ് ട്രെയിൻ കൊടുക്കുന്നുണ്ട്. എക്സ്ട്രീം കോമ വൈറ്റ് ട്രെയിൻ കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് റൺ ചെയ്യാം. സോ നമ്മുടെ മോഡൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതൊക്കെ ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ട്രെയിനിങ് സ്കോറും ടെസ്റ്റിംഗ് സ്കോറും ചെക്ക് ചെയ്യാം. സോ ട്രെയിൻ അണ്ടർസ്കോർ സ്കോർ, ട്രെയിനിങ് സ്കോർ അല്ലേ. സോ ആ ഒരു വേരിയബിളിലേക്ക് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, റിഗ്രസർ ഡോട്ട് സ്കോർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രാക്കറ്റിൽ എക്സ്ട്രെയിൻ കോമ വൈറ്റ് ട്രെയിൻ കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഇത് കൊടുക്കുന്നുണ്ട്, ടെസ്റ്റ് സ്കോറും കൂടി കൊടുക്കാം. ടെസ്റ്റ് അണ്ടർസ്കോർ സ്കോർ ഈക്വൽസ് എന്ത് കൊടുക്കുക, റിഗ്രസർ ഡോട്ട് സ്കോർ കൊടുക്കുക. ദെൻ ബ്രാക്കറ്റ്സിൽ എക്സ് ട്രെയിനും വൈറ്റ് ട്രെയിനും കൊടുത്ത പോലെ തന്നെ എന്ത് കൊടുക്കുക, എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കുക. ദെൻ നമുക്ക് ആ ഒരു ട്രെയിനിങ് സ്കോറും ടെസ്റ്റിംഗ് സ്കോറും പ്രിന്റ് ചെയ്യിപ്പിക്കാം. സോ പ്രിന്റിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, സിംഗിൾ കോട്ട്സിൽ ആയിട്ട് റെഫ് സ്ട്രിങ് കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം കേട്ടോ. ഏതായാലും ഓക്കെയാണ്. ഞാനിപ്പോൾ നോർമൽ രീതിക്ക് തന്നെ കൊടുക്കുവാണ്. സോ ഇതിൻ്റെ ഉള്ളിൽ ട്രെയിനിങ് സ്കോർ ഭംഗിക്ക് വേണ്ടിയിട്ട് കോളനൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം കോമ ട്രെയിൻ സ്കോർ കൊടുക്കുന്നുണ്ട്. സെയിം വേ എന്താ കൊടുക്കുക, പ്രിന്റിൻ്റെ ഉള്ളിൽ ടെസ്റ്റിംഗ് സ്കോർ കൊടുക്കുന്നുണ്ട്. സെമിക്കോളൻ കോമ ടെസ്റ്റ് സ്കോർ കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഉണ്ടോ, ലെങ്തി ആയിട്ടുള്ള വാല്യൂ ആണല്ലോ വരുന്നത്. സോ 0.7 എന്നുള്ള രീതിക്ക് വരുന്നുണ്ട് ട്രെയിനിങ് സ്കോറും. അതേപോലെ തന്നെ ടെസ്റ്റിംഗ് സ്കോറും അത്യാവശ്യം വരുന്നുണ്ട്. ഓക്കെ, സെയിം വേ നമുക്ക് ഏജിൻ്റെ മാത്രം കോളം എടുത്തിട്ട് നമുക്ക് എക്സ് ട്രെയിനും വൈ ട്രെയിനും വെച്ചിട്ട് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതൊന്ന് സെറ്റ് ചെയ്യാം. സോ ഇതിപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ചെയ്തതാണ്. ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങ് കോപ്പി ചെയ്തിട്ട് നമുക്ക് എക്സിൽ ഏജ് മാത്രം കൊടുത്തിട്ട് ഏജിൻ്റെ ബേസിസിൽ മാത്രം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ബാക്കി എല്ലാത്തിനെയും ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. എന്ത് ചെയ്യുന്നുണ്ട്, ഇത് റൺ ചെയ്യുന്നുണ്ട്. എക്സ് ട്രെയിൻ വൈ ട്രെയിനൊക്കെ ഓൾമോസ്റ്റ് സിമിലർ. ഇത് ട്രെയിൻ ടെസ്റ്റബിലിറ്റി ഒക്കെ ഒരേപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇതായിരിക്കും കേട്ടോ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നത്. നമ്മുടെ റീസെൻറ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഔട്ട്പുട്ട് ഫൈനലൈസ് ചെയ്ത് വരുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. സോ എക്സ് ട്രെയിൻ വൈ ട്രെയിൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിഗ്രഷനും ഞാൻ അതേപോലെ കൊടുക്കുന്നുണ്ട്. സോ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാം. അതെല്ലാം ഒരേപോലെയാണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ട്രെയിൻ സ്കോറും ടെസ്റ്റ് സ്കോറും ചെക്ക് ചെയ്യാം. അതിൽ പ്രിൻറ്റിൽ ഞാൻ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. എസ്ട്രിങ് ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രിൻ്റ് കൊടുക്കാം. രണ്ട് രീതിയും കണ്ട് പ്രാക്ടീസ് ആവുമല്ലോ. ഇവിടെ പേസ്റ്റ് ചെയ്യുക. ദെൻ ഇവിടെ എഫ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ക്ലോസ് ചെയ്യുക. ദെൻ ഇവിടെ ഇത് കൊടുക്കുക, കർലി ബ്രാക്കറ്റ്സ് കൊടുക്കുക. അതേപോലെ ഇവിടെയും കർലി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുക. സോ നമ്മൾ അത് വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്തോളും. ദെൻ കോളം കൊടുത്തതിന് ശേഷം 0.4F കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലോട്ടിങ്ങിൻ്റെ 4 ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ ഒരു കണ്ടന്റ് വരുന്നത്. സോ അത് ഇച്ചിരി കൂടി വൃത്തിക്കും ഷോർട്ടായിട്ടുള്ള വാല്യൂ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അത് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കോളനിയുടെ ഡോട്ട് എന്ത് കൊടുക്കുക, 4F കൊടുത്താൽ മതി. ദെൻ റൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 4 വാല്യൂ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക.
ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ ട്രെയിനിങ് സ്കോറും ഓരോന്നും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഫീച്ചേഴ്സ് ആൻഡ് ചാർജസ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. സെലക്ട് ഫീച്ചേഴ്സ് ആൻഡ് ടാർജറ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മളത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൊടുക്കുന്നത് സ്പ്ലിറ്റിംഗ് ആണ് കേട്ടോ. സോ അതൊക്കെ അവിടെ ആഡ് ചെയ്താലും നിങ്ങൾക്ക് പിന്നീട് റെഫറൻസിന് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുവാണ്, സ്പ്ലിറ്റ് ഇൻ ടു ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സെറ്റ്സ്. സോ ട്രെയിനിങ്ങും ടെസ്റ്റിംഗ് സെറ്റായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ റിഗ്രസർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് മുമ്പായിട്ട് ഇതാണ് നമ്മളവിടെ ചെയ്യുന്നത്. ട്രെയിൻ ഡിസിഷൻ ട്രീ റിഗ്രസർ കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് ആഡ് ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ട്രെയിനിങ് സ്കോറും ടെസ്റ്റിംഗ് സ്കോറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അതങ്ങനെ തന്നെ കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. ഫോർ ഗെറ്റിംഗ് ട്രെയിനിങ് ആൻഡ് എന്താണ് ടെസ്റ്റിംഗ് സ്കോർ, ടെസ്റ്റിംഗ് സ്കോർസ്. സോ അത്രയും സ്റ്റെപ്സ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് സോർട്ട് ചെയ്ത് നോക്കാം. ബെറ്റർ വിഷ്വലൈസേഷൻ വെച്ചിട്ട് ഇപ്പോൾ ഏജ് എന്ന് പറയുന്ന കോളം മാത്രമല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് സോർട്ട് ചെയ്തിട്ട് വാല്യൂസിനെ സോർട്ട് ചെയ്തിട്ട് ബെറ്റർ വിഷ്വലൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് സോർട്ടിങ് ചെയ്യുന്നത്. ആ വാല്യൂസിനെ സോർട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ആഡ് ചെയ്യാം sort values for better visualization. ബെറ്റർ വിഷ്വലൈസേഷൻ ആയിട്ടാണ് നമ്മൾ വാല്യൂസിനെ സോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് സോർട്ടിങ്ങിൻ്റെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. സോ എക്സിനെയാണ് ആദ്യം സോർട്ട് ചെയ്യുന്നത്. എക്സ് സോർട്ടഡ് ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, np numpyയിലുള്ള സോർട്ട് ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ എന്ത് കൊടുക്കുക, എക്സ് അണ്ടർസ്കോർ ടെസ്റ്റ് കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഏജ് കൊടുക്കുക, ഡോട്ട് വാല്യൂസ്. then അത് കഴിഞ്ഞ ശേഷം ഡോട്ട് റീഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി റീഷേപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ കൊടുക്കുന്നത്. ദെൻ -1 തൊട്ട് 1 റേഞ്ചിക്ക് നമ്മൾ എന്ത് ചെയ്യുവാണ്, സോർട്ട് ചെയ്ത് റീഷേപ്പ് ചെയ്യുവാണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, വൈപ്രെഡും കൂടി സെറ്റ് ചെയ്യാനുണ്ട് അല്ലേ. സോ അതും കൂടി ആഡ് ചെയ്യാം. y_pr വൈപ്രെഡ് ഈക്വൽസ് എന്ത് കൊടുക്കാം, റിഗ്രസർ ഡോട്ട് പ്രിഡിക്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, എക്സ് സോർട്ടഡ് കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. വാർണിംഗ് മെസ്സേജ് ആണ്. ഓക്കെ, വാർണിംഗ് അത്ര വലിയ ഇഷ്യൂസ് ഇല്ല. നമുക്കിനി എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്ലോട്ടിംഗ് ഒന്ന് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് നമ്മുടെ പ്ലോട്ട് വരുന്നതെന്ന്. സോ നമുക്ക് സ്കാറ്റർ പ്ലോട്ട് തന്നെ ചെയ്ത് നോക്കാം അല്ലേ. സോ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, plt ഡോട്ട് ഫിഗർ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഫിഗ് സൈസ് ഈക്വൽസ് ബ്രാക്കറ്റ്സ് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ഫിഗർ സൈസ് എത്ര വേണമെന്നുള്ളത് കൊടുക്കുക. ഞാൻ 10/5 ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഫിഗർ സൈസ് നിങ്ങൾക്ക് കൊടുക്കുക കേട്ടോ. ഏത് സൈസ് വേണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്, ഏത് വേണമെങ്കിലും കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് പ്ലോട്ടിങ് ചെയ്യാം. സോ plt ഡോട്ട് എന്ത് കൊടുക്കുക, സ്കാറ്റർ കൊടുക്കുക. ദെൻ സ്കാറ്റർ പ്ലോട്ടിൽ നമ്മൾ കൊടുക്കുന്നത് എക്സ് ടെസ്റ്റ് വൈ ടെസ്റ്റ്. ദെൻ നമുക്ക് കളർ കൊടുക്കണം. സോ കളർ ഞാനിപ്പോൾ കറൻ്റ് റെഡും ബ്ലൂ ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. കളർ ഈക്വൽ ടു റെഡ് കൊടുക്കുക. ദെൻ കോമ റെഡ് കഴിഞ്ഞതിന് ശേഷം കോമ. നമുക്കിനി ലേബിൾ കൊടുക്കാം. ലേബിൾ ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ ഉള്ളിലായിട്ട് ആക്ച്വൽ കൊടുക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് ലൈനിൽ plt ഡോട്ട് പ്ലോട്ട്, ദെൻ ബ്രാക്കറ്റ്സിൽ എക്സോർട്ടഡ് കോമ വൈപ്രെഡ് കൊടുക്കുക, കോമ കളർ ഈക്വൽ ടു നമ്മളിപ്പോൾ ബ്ലൂ കൊടുക്കുന്നുണ്ട്. സോ ബ്ലൂ കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോമ ലൈനിൻ്റെ വിഡ്ത്ത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലൈൻ വിഡ്ത്ത് ഈക്വൽ ടു
ലേബൽ ഈക്വൽ ടു ഇതെടുക്കുക, ഡിസിഷൻ ട്രീ പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. സോ സിംഗിൾ കോട്ട്സ് കൊടുക്കുക, ദെൻ അത് സിംഗിൾ കോട്ട്സിൽ കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എക്സ് ലേബിളും വൈ ലേബിളും ആഡ് ചെയ്യാനുണ്ട്. സോ PLT ഡോട്ട് എന്ത് കൊടുക്കുക, എക്സ് ലേബിൾ, ദെൻ ബ്രാക്കറ്റിൽ സിംഗിൾ കോട്ട്സിൽ ഈച്ച് എന്ന് പറയുന്ന ആ ഒരു കോളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എക്സ് ലേബിളായിട്ട് ഈച്ച് ആഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൈ ലേബിളും കൂടി ആഡ് ചെയ്യാം. വൈ ലേബിൾ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് ആഡ് ചെയ്യുക, ചാർജസ് ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം PLT ഡോട്ട് ടൈറ്റിൽ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സ് കൊടുക്കുക. ദെൻ ഡിസിഷൻ ട്രീ റിഗ്രഷൻ ഓൺ ഇൻഷുറൻസ് ഡാറ്റ സെറ്റ്, ഇൻഷുറൻസ് ചാർജസ് എന്ന് കൊടുക്കും. ഓക്കെ, സോ ടൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് എന്ത് കൊടുക്കാം, ലെജൻഡ് ആഡ് ചെയ്യാനുള്ള കൊടുക്കാം, ബിക്കോസ് നമ്മൾ 2 കളർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ PLT ഡോട്ട് ലെജൻഡ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, PLT ഡോട്ട് ഷോ കൊടുക്കുക, ദെൻ റൺ ചെയ്ത് നോക്കാം. PLT ഡോട്ട് വൈ ലേബൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ലൈൻ പോകുന്നുണ്ടോ, ഇതാണ് ഡിസിഷൻ ട്രീൻ്റെ പ്രിഡിക്ഷൻ ലൈൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡാറ്റ ബേസ് ചെയ്തിട്ട് ഈ ഒരു ലൈൻ എങ്ങനെയാണോ പോകുന്നത് ആ ഒരു ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, പ്രിഡിക്ഷൻ വർക്ക് ചെയ്യുന്നത്. സോ അത് എന്താണ് വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, ഈ ഒരു പ്ലോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പ്ലോട്ട് റിസൾട്ട് ആണ് ഈ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്ലോട്ടിൽ എങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിഡിക്ഷൻ എങ്ങനെയാണ് ഡിസിഷൻ ട്രീൻ്റെ വർക്കിംഗ് വരുന്നതെന്ന് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലോട്ടിങ് ചെയ്ത് നോക്കിയത്. അതേപോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സോ നമ്മൾ കൊടുത്ത എക്സ് ലേബിൾ ഏജ് വന്നിട്ടുണ്ട്, അതേപോലെ വൈ ലേബിൾ ചാർജസ് വന്നിട്ടുണ്ട്. സെയിം വേ നമ്മുടെ ടൈറ്റിലായിട്ട് ഡിസിഷൻ ട്രീ റിഗ്രഷൻ ഓൺ ഇൻഷുറൻസ് ചാർജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതും വന്നിട്ടുണ്ട്. സോ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഈ പ്ലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ് സ്കോറും ടെസ്റ്റിംഗ് സ്കോറൊക്കെ ഇതിപ്പോൾ ഭയങ്കര ഷോർട്ടായിട്ട് ചെയ്തതാണിത് ടോട്ടൽ. എക്സ് ലേബിളും വൈ ലേബിളും ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യാം, എൻറ്റയർലി ചെയ്തതല്ലേ നമ്മൾ മുമ്പ്, എല്ലാ കോളംസിനെയും ആഡ് ചെയ്തിട്ടുള്ളതല്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഇവിടെ X1 എന്നാക്കാം, അതേപോലെ ഇവിടെ Y1 എന്നാക്കാം. ഇവിടെ കംപ്ലീറ്റ് ഒരു 1 കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം, റിഗ്രസർ 1 കൊടുത്ത് നോക്കുക, അതേപോലെ റിഗ്രസർ 1 X1 ട്രെയിൻ ആക്കുന്നുണ്ട്, അതേപോലെ തന്നെ Y1 ട്രെയിൻ, അതേപോലെ Y1 ട്രെയിൻ എൻഡിലൊക്കെ 1 ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ടെസ്റ്റ് സ്കോറിലും 1 ആഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സെൽസിന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. നെയിം ഒന്ന് മാറ്റി, അത്രയ്ക്കുള്ളൂ, വേറൊന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. ജസ്റ്റ് അതിൻ്റെ നെയിംസ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇവിടെ X1 ആക്കണം, അതേപോലെ ഇവിടെ Y1 ആക്കണം. ദെൻ ഈ ഒരു റൺ ചെയ്തിട്ടുണ്ട്. ബാക്കി X1 ട്രെയിനും അതേപോലെ തന്നെ Y1 ട്രെയിൻ ആക്കാനുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം മോഡെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയും ചെക്ക് ചെയ്ത് നോക്കുക എവിടെയെങ്കിലും എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് കൊടുത്തിട്ടുണ്ടോ. സോ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 0.70 ആണ്. സോ ഇതിൻ്റെ എന്ത് ചെയ്യാം, ഗ്രാഫും കൂടി നമുക്കൊന്ന് ഡ്രോ ചെയ്ത് നോക്കാം. സോ പ്രെഡിക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, വാല്യൂസ് നമ്മളിപ്പോൾ സോർട്ട് ചെയ്യുന്നില്ല ബിക്കോസ് കോളം കുറച്ച് കൂടുതലുണ്ടല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, ആ കോളംസ് വെച്ചിട്ട് അങ്ങ് ആഡ് ചെയ്യാം.
പേസ്റ്റ് ചെയ്യുന്നുണ്ട്, x1 ടെസ്റ്റ് ആക്കുന്നുണ്ട്, അതേപോലെ y1 ടെസ്റ്റ് ആക്കുന്നുണ്ട്. സോർട്ടിങ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. എന്താണ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ, ബിക്കോസ് നമ്മൾ മൾട്ടിപ്പിൾ കോളംസിനെ കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. X and Y must be the same size. Okay, X and Y ന്റെ സൈസ് ഡിഫറൻസ് എന്ന് തോന്നുന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്താം അല്ലേ. x1 ടെസ്റ്റ് y1 ടെസ്റ്റ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ എൻ്റെ ഇത് കൊടുക്കുന്നതിന് പകരം ഏതെങ്കിലും ഫീച്ചേഴ്സ് സ്പെസിഫൈ ചെയ്തിട്ട്, അതായത് നമ്മുടെ എക്സ് ടെസ്റ്റ് വൈ ടെസ്റ്റിൽ നമുക്ക് വരുന്ന വാല്യൂവും എക്സ് ടെസ്റ്റിൽ വരുന്ന വാല്യൂസും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. എന്ത് ചെയ്യണം, അത് ഒന്നില്ലെങ്കിൽ ഇൻഡിവിജ്വൽ കോളംസ് ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, PCA ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. സോ PCA ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എൻ കമ്പോണൻസിനെ ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. സോ ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല. നമുക്കാണെങ്കിൽ എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ട്രെയിനിങ്ങിൽ നമ്മുടെ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈപ്പർ പാരാമീറ്റർ ആയിട്ട് മാക്സ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ലെവൽസ്, നമ്മുടെ ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് ട്രീ ലൈക്ക് സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. എത്ര ലെവൽസ് വേണം എന്നുള്ളതാണ് ഈ മാക്സ് ഡെപ്തിൽ കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ റാൻഡം സ്റ്റേറ്റും കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ എന്ത് ആഡ് ചെയ്യാം, എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈപ്പർ പാരാമീറ്റേഴ്സ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതായത് ഇത്ര എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഇത്ര വരെ ആവാം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഫസ്റ്റ് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യാം, ഈ സെയിം മോഡൽ തന്നെ ചെയ്യണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാലും മതി. എന്ത് ചെയ്യുക, ഇവിടെ കേട്ടോ ഈ ഒരു ലൈൻ കൊടുക്കുന്ന സമയത്ത് ഇത് കോപ്പി ചെയ്തിട്ട് ഞാൻ തൊട്ട് താഴെ കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം കേട്ടോ. മോഡലിന് പ്രഡിക്ഷൻ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ മാക്സ് സ്റ്റെപ്പിന് മുമ്പായിട്ട് n_estimators ഈക്വൽസ് ഒരു 100 കൊടുക്കുന്നുണ്ട്. ദെൻ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കമൻറ്റ് ചെയ്തതായിരുന്നു. ഓക്കെ, ഡിസിഷൻ ട്രീ എസ്റ്റിമേറ്റേഴ്സ് സോറി അത് ഡിസിഷൻ ട്രീയിൽ വർക്ക് ആവൂല, അത് റാൻഡം ഫോറസ്റ്റിൻ്റെ ഹൈപ്പർ പാരാമീറ്റർ ആയിരുന്നു. റാൻഡം ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ ഇച്ചിരി അഡ്വാൻസ് വെർഷനാണ്. ഇതിലൊരു ട്രീ ലൈക്ക് ആർക്കിടെക്ചർ അല്ലേ ഉള്ളൂ. റാൻഡം ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ മൾട്ടിപ്പിൾ ട്രീസ് വരുന്നുണ്ട്. സോ അതിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. സോ അതൊന്ന് കമ്പൈൻ ആക്കാം. എസ്റ്റിമേറ്റേഴ്സ് അതിലാണ് വരുന്നത്. സോ റാൻഡം ഫോറസ്റ്റിൻ്റെ ഹൈപ്പർ പാരാമീറ്റർ ആയിരുന്നു എസ്റ്റിമേറ്റർ. ഇവിടെ നമ്മൾ മാക്സ് ഡെപ്ത് മാത്രമാണ് ട്രീ ലൈക്ക് ആർക്കിടെക്ചറിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. ദെൻ റാൻഡം സ്റ്റേറ്റ് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇൻഡിവിജ്വൽ കോളംസ് വെച്ചിട്ട് ഇതേപോലെ ഡിസിഷൻ ട്രീൻ്റെ ഗ്രാഫ് ചെക്ക് ചെയ്ത് നോക്കുക, ഏജ് ചെയ്ത പോലെ. ദെൻ ഇത് നമ്മളിപ്പോൾ സ്കാറ്റർ പ്ലോട്ടാണ് ചെയ്തത്, ബട്ട് അതിൽ കോളംസ് ഫീച്ചേഴ്സ് കറക്റ്റ് അല്ലായിരുന്നു, വാല്യൂ എറർ ആയിരുന്നു എന്ന് നമുക്കത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാനുണ്ട്. സോ ഇപ്പോൾ അതിന് ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം ഇത് കമൻറ്റ് ചെയ്ത് തരുവാണ്. നിങ്ങൾ ബാക്കി വിഷ്വലൈസേഷൻസ് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ഡിസിഷൻ ട്രീ പ്രഡിക്ഷനിൽ വേറെ വിഷ്വലൈസേഷൻസ് ബോക്സ് പ്ലോട്ട് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അതേപോലെ വേറെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വയലിൻ പ്ലോട്ട്സ് നമ്മൾ പറഞ്ഞിരുന്നു. ഡാറ്റ വിഷ്വലൈസേഷൻ്റെ പോർഷൻ എടുത്തപ്പോഴും നമ്മൾ വയലിൻ പ്ലോട്ട്, അതേപോലെ തന്നെ പൈ ചാർട്ട്, അതേപോലെയുള്ള ചാർട്ട്സ് ഒക്കെ പറഞ്ഞായിരുന്നല്ലോ. സോ അതേപോലെയുള്ള വിഷ്വലൈസേഷൻസ് ചെയ്ത് നോക്കുക. ദെൻ ഇൻഡിവിജ്വൽ കോളംസ് എടുത്തിട്ട് ഇതേപോലെ ഡിസിഷൻ ട്രീ ലൈൻ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ പ്രിഡിക്ഷൻ്റെ ലൈൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ പ്രിഡിക്ഷൻസ് ഓരോ കോളം ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ പ്രിഡിക്ഷൻ വരുന്നതെന്നുള്ളൊരു
ലേബൽ അല്ലെങ്കിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഗ്രിഡ് ലൈൻ വേണമെങ്കിൽ ആഡ് ചെയ്താൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് ഓരോ പോയിന്റ്സിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഈച്ച് പോയിന്റ്സ് എവിടേക്കാണ് ജോയിൻ ചെയ്യുന്നതെന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും. സോ ഇത്രയൊന്നും ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ഗ്രാഫ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വേറെയും കോളംസ് വെച്ചിട്ട് ഇപ്പോൾ എയ്റ്റ്സ് എന്ന് പറയുന്ന കോളം മാത്രമായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തത്. ബാക്കി കോളംസ് ഇൻഡിവിജ്വലി കുറച്ചും കൂടി എന്താ പറയുക വാലിഡ് ആയിട്ടുള്ള കോളംസ് ലൈക്ക് സ്മോക്കേഴ്സിന്റെ കേസിൽ, അതേപോലെ തന്നെ ജെൻഡർ ബേസിസിൽ, BMI ബേസിസിലൊക്കെ എന്ത് ചെയ്യുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. സോ ഇത്രയാണ് നെക്സ്റ്റ് ഡേക്കുള്ള ടാസ്ക്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. ദെൻ വിഷ്വലൈസേഷൻ നമുക്ക് നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഇന്നത്തേക്ക് ഇത്രയും പോർഷനാണ് ഞാൻ എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. നെക്സ്റ്റ് ഡേ ഡീറ്റെയിൽ ആയിട്ട് വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ അല്ല, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഹലോ ഹലോ ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സ്ക്രീൻഷോട്ട്സ് ഗ്രൂപ്പിലിടാൻ മറക്കരുത് കേട്ടോ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു.